ഇയറിൻ്റെ അനാട്ടമി പഠിക്കുന്ന പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ടിമ്പാനിക് മെംബ്രെയിൻ്റെ ഡയഗ്രാം. അത് സൈഡ് സ്പെസിഫൈ ചെയ്ത് വരയ്ക്കാൻ പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന കൺഫ്യൂഷൻ, വെദർ ഇറ്റ് ഈസ് റൈറ്റ് സൈഡ്, വെദർ ഇറ്റ് ഈസ് ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡിലാണെങ്കിൽ എങ്ങനെയിരിക്കും, ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ എങ്ങനെയിരിക്കും, ആ ഒരു കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ. കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിരുന്നു ഡ്രോ ദി ഡയഗ്രാം ഓഫ് ടിമ്പാനിക് മെംബ്രെയിൻ ഓഫ് ലെഫ്റ്റ് സൈഡ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ടിമ്പാനിക് മെംബ്രെയിൻ എങ്ങനെയിരിക്കും, റൈറ്റ് സൈഡ് ടിമ്പാനിക് മെംബ്രെയിൻ എങ്ങനെയിരിക്കും, അത് വരയ്ക്കാൻ നോക്കുന്നൊരു സെഷനാണിത്. ലെറ്റ് ഇൻ ടു ദ സെഷൻ. സോ എല്ലായ്പ്പോഴും ടിമ്പാനിക് മെംബ്രെയിൻ്റെ ഡയഗ്രാം വരയ്ക്കാൻ ചോദിച്ചാൽ ഒന്നുകിൽ കുട്ടികൾ സ്റ്റുഡൻസ് ഇങ്ങനെ ചരിച്ചു വരയ്ക്കും, ടു ദി ലെഫ്റ്റ് ഒരു ഡീവിയേഷൻ വെച്ചിട്ട്, അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഒരു ഡീവിയേഷൻ വെച്ച് വരയ്ക്കും. As everyone knows, it's an oblique structure. We draw an oblique structure to the left, to the right. But which is right and which is left? അതെങ്ങനെ ഡിറ്റർമൈൻ ചെയ്യും, അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇപ്പോൾ റൈറ്റ് സൈഡ് ടിമ്പാനിക് മെംബ്രെയിൻ ആണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ വി മസ്റ്റ് ഡ്രോ ദി ഒബ്ലിക് സ്ട്രക്ചർ ടു ദി റൈറ്റ്. റൈറ്റിലേക്ക് ഡീവിയേറ്റ് ചെയ്തിട്ടുള്ള ഒബ്ലിക് സ്ട്രക്ചറാണ് റൈറ്റ് സൈഡ് ടിമ്പാനിക് മെംബ്രെയിൻ ഡ്രോ ചെയ്യുമ്പോൾ പറയുമ്പോൾ നമ്മൾ വരയ്ക്കേണ്ടത്. സോ ഇറ്റ് ഈസ് ഓഫ് റൈറ്റ് സൈഡ് ടിമ്പാനിക് മെംബ്രെയിൻ, സ്ട്രക്ചർ ഓഫ് റൈറ്റ് സൈഡ് ടിമ്പാനിക് മെംബ്രെയിൻ, റൈറ്റ് ഡീവിയേഷൻ ടു ദി റൈറ്റ്. സോ സ്വാഭാവികമായിട്ടും ഇതെന്തിൻ്റെ ആയിരിക്കും, ലെഫ്റ്റ് സൈഡിലേക്ക് ഡീവിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇത് ലെഫ്റ്റ് സൈഡിൻ്റെ ആയിരിക്കും. സോ റൈറ്റ് സൈഡ് tympanic membrane deviates to the right, left side tympanic membrane deviates to left. So അടുത്ത ഇതിന്റെ സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാ? Tympanic membrane consists of most of two parts, most of it formed by pars tensa, right? അറിയാമെന്ന് വിചാരിക്കുന്നു, right? Pars tensa and smaller portion pars ഫ്ലാസിഡ. ഈ ഫ്ലാസിഡയ്ക്ക് വേറൊരു പേര് പറയുള്ളൂ, വാട്ട്സ് നെയിം? ഷ്രാപ്നൽസ് മെംബ്രെയിൻ, SHRAP, അത് നോക്കണം. ഷ്രാപ്നൽസ് മെംബ്രെയിൻ, നോട്ട് ഷാർപ്നൽസ് മെംബ്രെയിൻ, ഷാർപ്നൽസ് മെംബ്രെയിൻ, റൈറ്റ്? പാസ് ഫ്ലാസിഡ ഈസ് അതർവൈസ് കോൾഡ് ആസ് ഷ്രാപ്നൽസ് മെംബ്രെയിൻ. യൂഷ്വൽ എൻട്രൻസ് ക്വസ്റ്റ്യൻ ആണ്, PGക്കൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. Shrapnel's membrane is otherwise called as pars flaccida and pars flaccida is otherwise called as shrapnel's membrane. So, starting from the parts of pars tensa, it has a fibrocartilaginous ring, thick fibrocartilaginous ring in the periphery. എന്താണ് അതിന്റെ പേര്? Yes, it's known as annulus tympanicum. Annulus tympanicum, right? So pars tensa has a thick peripheral fibrocartilaginous ring called annulus tympanicum. അടുത്തത് എന്താണ്? Its central portion is tended inwards at the level of tip of the malleus. എവിടെ വെച്ച്? Tip of the malleus. And a central structure called, അതിന്റെ പേരെന്തായിരുന്നു? Umbo, right? So annulus tympanicus, umbo. So when we consider the whole tympanic membrane into two parts, that is superior portion and inferior portion. In the inferior portion, more correctly, it is said that in the anteroinferior portion, from the ambo, there is a bright light of cone of light. നോക്കൂ, ഇതും എങ്ങോട്ടാണ് ഡീവിയേറ്റ് ചെയ്തിരിക്കുന്നത്? റൈറ്റിലേക്ക്. സോ റൈറ്റ് ടിമ്പാനിക് മെംബ്രെയിൻ വരയ്ക്കാൻ പറയുമ്പോൾ there is a deviation. The oblique structure must deviate to the right and cone of light in the anteroinferior part must also in the right side. Okay, so right sided cone of light, cone of light.
ഇത്രയും പിടികിട്ടല്ലോ. ഈ റൈറ്റ് സൈഡഡ് കോൺ ഓഫ് ലൈറ്റ് ആകുമ്പോൾ ഈ പാസ് ഫ്ലാസിഡ ഏത് പ്രോസസ്സിന്റെ മുകളിലേക്കുള്ള പോർഷനെയാണ്, ടിമ്പാനിക് മെംബ്രെയിൻ്റെ പോർഷനെയാണ് നമ്മൾ പാസ് ഫ്ലാസിഡ എന്ന് വിളിക്കുന്നത്. ഹിയർ ഇറ്റ് ഈസ് എ പ്രോസസ് കോൾഡ് lateral process of Malleus. Lateral process of Malleus. So the portion of tympanic membrane above the lateral process of Malleus, and ഇവിടെ ഇങ്ങനെ രണ്ട് ഫോൾഡ്സും ഉണ്ട്. What is that called? Anterior and posterior malleolar folds or folds of Malleus, right? ഏതായിരിക്കും ആൻറ്റീരിയർ, ഏതായിരിക്കും പോസ്റ്റീരിയർ? നമ്മൾ കോൺ ഓഫ് ലൈറ്റിന്റെ പൊസിഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇറ്റ് ഈസ് ആൻഡ്രോ ഇൻഫീരിയർ പാർട്ട്. സോ ഇറ്റ് ഈസ് ദിസ് ഫോൾഡ് ഈസ് ആൻറ്റീരിയർ ആൻഡ് ദിസ് ഫോൾഡ് ഈസ് പോസ്റ്റീരിയർ. So the portion of the tympanic membrane above the anterior and posterior malleolar folds and lateral process of Malleus is called pars flaccida, is otherwise called as shrapnels. SHRAP, shrapnels membrane. Okay, ഇങ്ങനെയാണ് റൈറ്റ് സൈഡ് tympanic membrane വരയ്ക്കുക. Consists of two parts, pars tensa and pars flaccida. Then look into the left side. Already told that left side tympanic membrane വരയ്ക്കുമ്പോൾ the oblique structure must deviate to the left side. Okay, so it also has two parts, pars flaccida and pars tensa. The thick peripheral fibrocartilaginous ring of pars tensa is called annulus tympanicus. Its central portion also tended inwards at the level of tip of malleus and the structure is called umbo. ഇനി നോക്കേണ്ടത് കോൺ ഓഫ് ലൈറ്റ് എവിടെ വരും? ഇങ്ങോട്ട് വരുമോ അതോ ഇങ്ങോട്ട് വരുമോ? ആൻഡ്രോ ഇൻഫീരിയർ പാർട്ട്. Here the right sided cone of light is deviated to the right side. So the left side also deviated to the left side. This is correct. So this is anterior fold and this is posterior fold. Here it is the lateral process of Malleus, and this part is called above the lateral process of Malleus is called pars flaccida. Right? Difference kando. Right side വരയ്ക്കാൻ പറഞ്ഞാൽ oblique structure must deviate to the right side. Okay? Left side വരയ്ക്കാൻ പറഞ്ഞാൽ the oblique structure must deviate to the left side. ഇനി നോക്കേണ്ടത് കോൺ ഓഫ് ലൈറ്റിന്റെ പൊസിഷൻ. The cone of light also in the anteroinferior part also tended to right side. Here it is for the left, it is tended to left side. അത് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? anteroinferior part consists of a bright cone of light. Right? വരയ്ക്കുന്ന മനസ്സിലായല്ലോ. Right side പെരിഫറയിലുള്ള thick fibrocartilaginous ring called annulus tympanicus. Two folds are there that are called anterior and posterior malleolar folds, and a process called lateral process of Malleus. The portion of the tympanic membrane above the lateral process of Malleus is called pars flaccida. ആ ഓർഡറിൽ വരച്ച് പഠിച്ചാൽ എളുപ്പമായിരിക്കും, കൺഫ്യൂഷനും തോന്നത്തില്ല. Right? That's all about the video. Thank you.